സുവിശേഷത്തിൻ തെളിച്ചം ആത്മാർപ്പണം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം വചനം സത്യം ജീവദായകം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അധ്വാനിപ്പവർ തൻ സിരകളിലൊഴുകും ജീവൻ പകരും ദിവ്യഭോജനം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ രശ്മികൾ ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന 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 ദൈവമേ, ഞാനൊരു പാപി, നിന്നെ അറിയാത്ത പാപങ്ങളോർത്തോർത്തു കരയാനറിയാത്ത പാപിയാണു ഞാൻ. ദൈവമേ, പാപിയാണു ഞാൻ. ദൈവമേ, ഞാനൊരു പാപി, നിന്നെ അറിയാത്ത പാപങ്ങളോർത്തോർത്തു കരയാനറിയാത്ത പാപിയാണു ഞാൻ. ദൈവമേ, പാപിയാണു ഞാൻ. ഒരു നാളിലെന്നെ പേർ ചൊല്ലി വിളിച്ചെൻ മാതാവിനുദരത്തിൽ വളർത്തി. ഒരു നാളിലെന്നെ പേർ ചൊല്ലി വിളിച്ചെൻ മാതാവിനുദരത്തിൽ വളർത്തി. പിന്നെയോ പൈതലായി മാറോടു ചേർത്തു മഹിതലെ കാത്തു പുലർത്തി. എങ്കിൽ
കരുണാർദ്ര സ്നേഹം പ്രഭ തൂകി നിൽക്കും വഴികളിൽ ഇങ്ങോളം നടത്തി. കരുണാർദ്ര സ്നേഹം പ്രഭ തൂകി നിൽക്കും വഴികളിൽ ഇങ്ങോളം നടത്തി. ആയുരാരോഗ്യവും ആശിസുമേകി അനുപദമെന്നെ ഉയർത്തി. എങ്കിലും ദൈവമേ ഞാനതു മറന്നു, നിന്നെ അറിയാതെ നടന്നു, നിന്നെ അറിയാതെ നടന്നു. ദൈവമേ ഞാനൊരു പാപി, നിന്നെ അറിയാത്ത പാപങ്ങളോർത്തോർത്തു കരയാനറിയാത്ത പാപിയാണു ഞാൻ. ദൈവമേ പാപിയാണു ഞാൻ. ദൈവമേ പാപിയാണു ഞാൻ. ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ളവരെ, ഇന്നത്തെ വചന വിരുന്നിലേക്ക് എല്ലാവരെയും ഹൃദയമായി സ്വാഗതം ചെയ്യുന്നു. വചന വിരുന്നിനായി നമ്മൾ തിരഞ്ഞെടുക്കുന്ന സുവിശേഷ ഭാഗം ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 45-ാം വാക്യം. നല്ല മനുഷ്യൻ തൻ്റെ ഹൃദയത്തിൻ്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നന്മ പുറത്തെടുക്കുന്നു. ചീത്ത മനുഷ്യനാകട്ടെ ഹൃദയത്തിൻ്റെ ചീത്ത നിക്ഷേപത്തിൽ നിന്ന് ചീത്ത പുറത്തെടുക്കുന്നു. ഹൃദയത്തിൻ്റെ തികവിൽ നിന്നാണല്ലോ അധരങ്ങൾ സംസാരിക്കുന്നത്. മനുഷ്യൻ്റെ ചിന്തയുടെയും പ്രവൃത്തിയുടെയും വികാര വിചാരങ്ങളുടെയും എല്ലാം അടിസ്ഥാനമായിട്ട് വിശുദ്ധ ഗ്രന്ഥം നമ്മോട് പറയുന്നത് അവൻ്റെ ഹൃദയം എന്തായിരിക്കുന്നുവോ അതാണ് അവൻ്റെ വികാര വിചാരങ്ങളും പ്രവൃത്തികളുമായിട്ട് പുറത്തേക്ക് വരുന്നത്. അതുകൊണ്ട് നല്ല ഒരു ഹൃദയമുള്ളവനാവുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. തിരുസഭാ മാതാവ് ഈശോയുടെയും പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെയും ഹൃദയത്തിൻ്റെ തിരുനാളുകൾ നമുക്ക് നൽകിക്കൊണ്ട് നല്ലൊരു മാതൃക തരുന്നുണ്ട്. ഈശോയുടെ ഹൃദയം പോലെ, പരിശുദ്ധ അമ്മയുടെ ഹൃദയം പോലെ നമ്മുടെ ഹൃദയങ്ങളെയും രൂപപ്പെടുത്തുക. സാമുവേൽ പ്രവാചകൻ്റെ 1-ാം പുസ്തകം 16-ാം അധ്യായം 7-ാം വാക്യം നമ്മോട് പറയുന്നു, മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുന്നു, എന്നാൽ ദൈവമാവട്ടെ ഹൃദയഭാവത്തിലും. മനുഷ്യൻ ബാഹ്യരൂപത്തിൽ ശ്രദ്ധിക്കുമ്പോൾ ദൈവം ഓരോ മനുഷ്യൻ്റെയും ഹൃദയങ്ങളിലേക്കാണ് സൂക്ഷിച്ചു നോക്കുന്നത്. അപ്പസ്തോല പ്രവർത്തനം 1-ാം അധ്യായം 24-ാമത്തെ വാക്യത്തിൽ ശ്ലീഹന്മാരുടെ പ്രാർത്ഥന ഇതാണ്, ദൈവമേ നീ എല്ലാ മനുഷ്യരുടെയും ഹൃദയം അറിയുന്നല്ലോ. യോഹന്നാൻ ശ്ലീഹായുടെ സുവിശേഷം 2-ാം അധ്യായത്തിൻ്റെ 23-24 വാക്യങ്ങൾ നമ്മോട് പറയുകയാണ്, അവനെ കണ്ടവർ അത്ഭുത പ്രവർത്തികൾ കണ്ട് ഒത്തിരിയേറെ ആളുകൾ അവനിൽ വിശ്വസിച്ചു, എന്നാൽ അവൻ ആരെയും വിശ്വസിച്ചില്ല. കാരണം മനുഷ്യൻ്റെ ഉള്ളിലെന്ത് എന്ന് അവൻ അറിയാമായിരുന്നു. ഹൃദയങ്ങൾ അറിയുന്ന ദൈവം അവൻ മനുഷ്യനെ വീക്ഷിച്ചു, നിരീക്ഷിച്ചു, പഠിച്ചു എന്ന വിശുദ്ധ ഗ്രന്ഥം നമ്മോട് പറയുന്നത്. പ്രഭാഷകൻ്റെ പുസ്തകം 6-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം, ചീത്ത ഹൃദയമുള്ളവൻ തൻ്റെ ജീവനെ നശിപ്പിക്കുന്നു. വിശുദ്ധ മത്തായി ശ്ലീഹായുടെ സുവിശേഷം 15-ാം അധ്യായത്തിൻ്റെ 10 മുതലുള്ള വാക്യങ്ങളിൽ നമ്മൾ കാണുന്ന കാര്യം ഇതാണ്, ഹൃദയത്തിൽ നിന്നാണ്, ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് ഒരു മനുഷ്യനെ അശുദ്ധനാക്കുന്നത്. ലൂക്കാസ് ശ്ലീഹായുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം നമ്മോട് പറയും, മനുഷ്യൻ്റെ ഉള്ളിലേക്ക് പോകുന്നതല്ല, പിന്നെയോ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് വരുന്നതാണ് അവനെ അശുദ്ധനാക്കുന്നത്. അതുകൊണ്ട് നല്ലൊരു ഹൃദയമുണ്ടാവുക എന്നുള്ളതാണ് പരമപ്രധാനമായ കാര്യം. പ്രിയപ്പെട്ടവരെ, നല്ല ഹൃദയമുള്ളവരാകുവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണം? വിശുദ്ധ ഗ്രന്ഥം നമ്മോട് പറയും, വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിക്കുക.
സുഭാഷിതങ്ങളുടെ പുസ്തകം 4-ാം അധ്യായത്തിൻ്റെ 6-10 വാക്യങ്ങൾ ഇങ്ങനെ നമ്മോട് പറയുന്നു, എൻ്റെ വചനങ്ങൾ നിൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ നീ എന്നേക്കും ജീവിക്കും. എൻ്റെ വചനങ്ങൾ നിൻ്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ എന്നേക്കും നീ ജീവിക്കും. പരിശുദ്ധ അമ്മ എപ്പോഴും വചനം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ധ്യാനിച്ചുകൊണ്ടേയിരുന്നു. ദൈവത്തിൻ്റെ വചനം തരുന്ന നിത്യജീവൻ്റെ വാഗ്ദാനങ്ങളായിരുന്നു പരിശുദ്ധ അമ്മയുടെ ഹൃദയത്തിൻ്റെ ആനന്ദം. അതുപോലെ തന്നെ ഈശോയുടെ ജീവിതവും പീഡാസഹനവും കുരിശുമരണവും ഉദ്ധാന രഹസ്യങ്ങളെല്ലാം പരിശുദ്ധ അമ്മയുടെ നിരന്തരമായ ധ്യാന വിഷയമായിരുന്നു. ദൈവവചനത്തെ ധ്യാനിക്കുക. നീ നിൻ്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടെ സ്നേഹിക്കണം എന്ന് നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 5-ാം വാക്യം നമ്മോട് പറയുന്നു. എൻ്റെ വചനങ്ങൾ എപ്പോഴും നിൻ്റെ ഹൃദയത്തിലുണ്ടാവണം. ഇത് തന്നെയാണ് സങ്കീർത്തകൻ പറയുന്നത്. 119-ാം സങ്കീർത്തനത്തിൽ, ദൈവമേ അങ്ങയുടെ വചനം എൻ്റെ പാദങ്ങൾക്ക് വിളക്ക്, വഴികളിൽ പ്രകാശവുമാകുന്നു. പ്രിയപ്പെട്ടവരെ, ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് നോക്കുന്നെങ്കിൽ ഈ ഭൂമിയിലെ നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യവും പരിശ്രമവും നല്ല ഒരു ഹൃദയം രൂപപ്പെടുത്തുക എന്നുള്ളതാവണം. എന്തിനാണ് ദൈവം ഒരു മനുഷ്യനെ സൃഷ്ടിച്ച് ഈ ഭൂമിയിലേക്ക് അയച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ, അത് നിത്യജീവൻ ആവശ്യമായ പുണ്യ സുഹൃതങ്ങൾ സമ്പാദിക്കാൻ വേണ്ടിയാണ്. ഈ ഭൂമിയിലെ ജീവിതത്തിൽ ഒരു മനുഷ്യ ആത്മാവിൻ്റെ ഹൃദയത്തിൽ നിറയുന്ന പുണ്യ സുഹൃതങ്ങൾക്ക് ആനുപാതികമായിട്ടാണ് നിത്യതയിലെ അവൻ്റെ അല്ലെങ്കിൽ അവളുടെ പ്രതിഫലം. പരിശുദ്ധ അമ്മയുടെ ഹൃദയം ദൈവകൃപ നിറഞ്ഞ ഹൃദയം, പരിശുദ്ധാത്മ അഭിഷേകമുള്ള ഹൃദയം. അതുകൊണ്ട് മരണാനന്തരം പരിശുദ്ധ അമ്മയ്ക്ക് മാലാഖമാരെ പോലും അതിശയിപ്പിക്കുന്ന വലിയ പദവി ദൈവം നൽകി. അവൾ മാലാഖമാരുടെ പോലും രാജ്ഞിയായി തീർന്നു. സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും നാഥയായി തീർന്നു, രാജ്ഞിയായി തീർന്നു. ഹൃദയങ്ങൾ നമുക്ക് രൂപപ്പെടുത്താം. ദൈവവചനം, പ്രാർത്ഥന, പുണ്യ സുഹൃതങ്ങൾ, കൂദാശകൾ, ഇതെല്ലാം നല്ല ഹൃദയം രൂപപ്പെടുത്തുവാനായിട്ട് നമ്മെ സഹായിക്കും. അവസാനം വിധിയാളനായ ദൈവത്തിൻ്റെ മുമ്പിൽ നാം ഓരോരുത്തരും നിൽക്കുമ്പോൾ ദൈവം നമ്മുടെ മുഖത്തേക്കായിരിക്കില്ല നോക്കുക, ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്കായിരിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 15 മുതൽ 22 വരെയുള്ള വാക്യങ്ങൾ. അവിടെ ഫരിസയർ വന്ന് ഈശോയെ പരീക്ഷിച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഞങ്ങൾ സീസറിന് നികുതി കൊടുക്കണമോ വേണ്ടയോ? അപ്പോൾ ഈശോയോട് പറഞ്ഞു, നിങ്ങൾ നികുതിക്കുള്ള ഒരു നാണയം എന്നെ കാണിക്കുക. നാണയം കൊണ്ടുവരുമ്പോൾ ഈശോ ചോദിച്ചു, ഇതിൽ ആരുടെ പേരും ലിഖിതവുമാണ് നിങ്ങൾ കാണുന്നത്? അവർ പറഞ്ഞു, ഇതിൽ സീസറിൻ്റേത്. അപ്പോൾ ഈശോ പറയുകയാണ്, സീസറിൻ്റേത് സീസറിന് കൊടുത്താലേ, ദൈവത്തിൻ്റേത് ദൈവത്തിനും. അവസാനം നമ്മൾ വിധിയാളനായ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ ദൈവം നമ്മുടെ ഹൃദയങ്ങളിലേക്ക് സൂക്ഷിച്ചു നോക്കും. ഇവളുടെ ഹൃദയത്തിൽ ആരുടെ മുഖമാണ് പതിഞ്ഞിരിക്കുന്നത്, ആരുടെ പേരും ലിഖിതവുമാണുള്ളത്, ആരുടെ പ്രവൃത്തികളാണ് നിറഞ്ഞു നിൽക്കുന്നത്. മത്തായി ശ്രീകാട് സുവിശേഷം 25-ാം അധ്യായത്തിൽ 1 മുതലുള്ള വാക്യങ്ങളിൽ 10 കന്യകമാരുടെ ഉപമ പറഞ്ഞു വയ്ക്കുമ്പോൾ, വിവേകബദ്ധികളായ കന്യകമാർ വിളക്കുകളോടൊപ്പം എണ്ണയെടുത്തു. വിവേകമില്ലാത്ത കന്യകമാർ വിളക്കുകളെടുത്തു, പക്ഷേ എണ്ണ എടുത്തില്ല. പുണ്യ സുഹൃതങ്ങളില്ലാത്ത, വിശുദ്ധിയില്ലാത്ത, ദൈവത്തിൻ്റെ മുഖമില്ലാത്ത ഒരു ഹൃദയവുമായിട്ട് ആർക്കും നിത്യതയുടെ കവാടങ്ങൾ കടന്നു പോകാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ് വാസ്തവം. പ്രിയപ്പെട്ടവർ, അതുകൊണ്ട് നിത്യജീവനെ ലക്ഷ്യം വയ്ക്കുന്നവർക്ക് മാത്രമേ നല്ല ഹൃദയം രൂപപ്പെടുത്തുവാനുള്ള ഒരു സ്വാഭാവികമായ താല്പര്യമുണ്ടാവുകയുള്ളൂ. ഹൃദയങ്ങൾ പരിശോധിക്കുന്ന ദൈവത്തിൻ്റെ മുൻപിൽ നീതിമാനായിട്ട്, നീതിയുള്ളവളായിട്ട് കാണപ്പെടുക എന്നുള്ളതിന് വേണ്ടി നമ്മൾ തീവ്രമായിട്ട് ആഗ്രഹിക്കണം. ദൈവത്തിൻ്റെ ഹൃദയത്തിൽ കടന്നുകൂടുക, അതാവണം നമ്മുടെ ലക്ഷ്യം. ഹൃദയശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തെ കാണും. ഹൃദയവിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. നമ്മുടെ ഹൃദയം ദൈവത്തോടൊപ്പമോ അതോ ഈ ലോകത്തോടും പിശാചിനോടും ഒപ്പമോ? അതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. നമ്മുടെ ഹൃദയം ദൈവത്തോടൊപ്പമോ? പ്രിയപ്പെട്ടവരെ, വിശുദ്ധരാകാനുള്ള വലിയ ഓർമ്മപ്പെടുത്തലാണ് ദൈവമായ കർത്താവ് എപ്പോഴും നമുക്ക് തരുന്നത്. സാധാരണ നമ്മളെല്ലാവരും ചോദിക്കുക, മോനെ നിനക്കൊരു വിശുദ്ധനാകാൻ ആഗ്രഹമുണ്ടോ?
എന്ന് ചോദിച്ചാൽ വലിയ താല്പര്യമൊന്നുമില്ല. മോളെ, നിനക്കൊരു വിശുദ്ധയാകാൻ ആഗ്രഹമുണ്ടോ? താല്പര്യമൊന്നുമില്ല. ആളുകൾ പൊതുവിൽ പറയും, എനിക്ക് അത്രയൊന്നും അങ്ങ് ആകണ്ട, എനിക്ക് സാധാരണയൊക്കെ അങ്ങ് ജീവിച്ചു പോയാൽ മതി. നമ്മളെ സംബന്ധിച്ച് വിശുദ്ധയാവുക എന്ന് പറഞ്ഞാൽ ഒരു തെറ്റിദ്ധാരണയുണ്ട്. എന്തോ അങ്ങ് ആയിത്തീരുക. പ്രിയപ്പെട്ടവരെ, വിശുദ്ധയാവുക എന്ന് പറഞ്ഞാൽ ഏറ്റവും ചുരുക്കമായിട്ട് ഇത്രയേ ഉള്ളൂ: ഹൃദയത്തിൽ പരിശുദ്ധാത്മാവിൻ്റെ നിറവുള്ളവളാവുക. നമ്മളും വിശുദ്ധാത്മാക്കളും തമ്മിൽ ഒരേ ഒരു വ്യത്യാസമേ ഉള്ളൂ. അവരുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞു കവിഞ്ഞിരുന്നു. പരിശുദ്ധാത്മാവിൻ്റെ ദാനഫലങ്ങളുടെ സമൃദ്ധി അവിടെ ഹൃദയത്തിലുണ്ടായിരുന്നു. എന്നാൽ നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ദൈവകൽപ്പന ലംഘിക്കുന്നത് കൊണ്ട് പരിശുദ്ധാത്മാവ് നിർവീര്യമായിരിക്കുന്നു. പലപ്പോഴും തിന്മയുടെ പ്രവർത്തികൾ നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പം അതുകൊണ്ട് ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞാൽ നമ്മളെല്ലാവരും വിശുദ്ധരാകും. വിശുദ്ധിയുടെ പരിമളം നമ്മളിലേക്ക് പുറപ്പെടും. അപ്പം അതുകൊണ്ട് പരിശുദ്ധാത്മാവ് നിറഞ്ഞ ഒരു വ്യക്തിയാവുക എന്നതാണ് വിശുദ്ധയാവുക എന്നതിൻ്റെ സാരാംശമായ കാര്യം. നമുക്ക് വിശുദ്ധരാകാനായിട്ട് തീവ്രമായി പരിശ്രമിക്കാം. നമ്മുടെ ഹൃദയങ്ങൾ പൂർണ്ണമായിട്ട് ദൈവത്തോടൊപ്പം കൊടുക്കാം. നമ്മുടെ ഹൃദയത്തെ സംബന്ധിച്ച് ദൈവം അസൂയാലുവാണ് എന്നാണ് പറയുന്നത്. നമ്മുടെ ആത്മാവിനെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു. നമ്മുടെ ഹൃദയത്തെ ദൈവം അസൂയയോടെ അഭിലഷിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവത്തിന് അസൂയ പാടുണ്ടോ എന്ന് നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നിപ്പോകാം. അതിന് കാരണം ഇതാണ്: തൻ്റെ മക്കൾ ഒരിക്കലും 1% പോലും പിശാചിൻ്റെ അടിമത്തത്തിലാകാനായിട്ട് പാടില്ല. പിശാചിൻ്റെ പ്രവൃത്തികൾ ചെയ്യാൻ പാടില്ല. ഹൃദയം കൊടുക്കാതെ ഒരിക്കലും സ്നേഹത്തിൻ്റെ ആവിഷ്കാരമാവില്ല, കാപഠ്യമാകും. ഹൃദയം കൊടുക്കുന്നതാണ് യഥാർത്ഥ സ്നേഹം. വിവാഹത്തിൽ സ്ത്രീ പുരുഷന്മാർ പരസ്പരം ഹൃദയം കൊടുക്കുമ്പോഴാണ് അവരിൽ ശരീരത്തിലും മനസ്സിലും ആത്മാവിലും വേർപിരിയാത്ത സ്നേഹത്തിൻ്റെ കൂട്ടായ്മ രൂപം കൊള്ളുന്നത്. പരിശുദ്ധ ത്രിത്വമാകട്ടെ ഹൃദയങ്ങൾ സമർപ്പിച്ചുകൊണ്ട് സ്നേഹത്താൽ ബന്ധിതരായിരിക്കുന്നു. സ്നേഹത്തിൻ്റെ കൂട്ടായ്മയിലാണ് പരിശുദ്ധ ത്രിത്വം ബന്ധിതമായിരിക്കുന്നു. ഒരിക്കലും കുറവില്ലാത്ത, വേർപെടുത്താനാവാത്ത സ്നേഹത്താൽ. പ്രിയപ്പെട്ടവരെ, ഈ ഹൃദയം കൊടുക്കുന്നില്ല എങ്കിൽ അത് സ്നേഹമല്ല, കള്ളത്തരമാണ് എന്നാണ് വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ന്യായാധിപന്മാർ പുസ്തകത്തിലേക്ക് നമ്മൾ പോകുമ്പോൾ 16-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യത്തിൽ ദലീല എന്ന ഫിലിസ്ത്യ സ്ത്രീയുടെ മടിയിലുറങ്ങുന്ന സാംസ, നിന്റെ ശക്തിയുടെ ഉറവിടം ഏതാണ് എന്ന് ദലീല പല ആവർത്തി അവനോട് ചോദിക്കുന്നുണ്ട്. അവൻ കള്ളത്തരങ്ങൾ പറഞ്ഞ് ഒഴിവാകും. സത്യം അവൻ വെളിപ്പെടുത്തുന്നില്ല. അവസാനം ഈ ദലീല സാംസനോട് ഒരു ചോദ്യം ചോദിക്കുക. സാംസൻ്റെ ചങ്കിൽ കൊള്ളുന്ന ഒരു ചോദ്യം. അതിതാണ്: നിന്റെ ഹൃദയം എന്നോട് കൂടെയല്ലെങ്കിൽ നിനക്കെങ്ങനെ എന്നെ സ്നേഹിക്കുന്നുവെന്ന് പറയാൻ പറ്റും? ഈ ചോദ്യം കേട്ടപ്പോഴത്തേനും സാംസൺ അവൻ്റെ ശക്തിയുടെ രഹസ്യം അറിയാതെ ദലീലയോട് അവൻ പറഞ്ഞു പോവുകയാണ്. അതോടെ നമുക്കറിയാം സാംസൺ ചതിയിൽപ്പെടുന്നു. അവൻ്റെ മരണത്തിലേക്കുള്ള കാൽവയ്പുമായി തീർന്നു. ഹൃദയ രഹസ്യങ്ങൾ തുറക്കേണ്ടിടത്തെ തുറക്കാവൂ. ഹൃദയ രഹസ്യങ്ങൾ പങ്കുവയ്ക്കേണ്ടവരുമായിട്ട് മാത്രമേ പങ്കുവയ്ക്കാവുള്ളൂ. നമ്മുടെ ഹൃദയത്തിൻ്റെ സൂക്ഷ്മതയുള്ള കാര്യസ്ഥന്മാരാകണം നമ്മൾ ഓരോരുത്തരും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയത്തെ കാത്തു സൂക്ഷിക്കാനായിട്ട് നമ്മളല്ലാതെ മറ്റാരുമില്ല എന്ന് തിരിച്ചറിയണം. വിത്തിൻ്റെ ഉപമ പറയുമ്പോൾ വിത്ത് വിതയ്ക്കപ്പെട്ടത് പല സ്ഥലങ്ങളിൽ വീണു എന്ന് നമുക്കറിയാം. വഴിയരുക എന്ന് പറയുന്നത് ഹൃദയത്തിൻ്റെ ഒരവസ്ഥയാണ്. അത് പ്രധാനമായിട്ടും നന്മ ചെയ്യാനുള്ള പ്രചോദനമുണ്ടാകുന്നു, അപ്പോൾ തന്നെ അവഗണിക്കുന്നു. പ്രാർത്ഥിക്കാനൊരു പ്രചോദനം ദൈവം തരുന്നു, പിന്നെ ആവട്ടെ എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് കളയുന്നു. വചനം പഠിക്കാനായിട്ട് തോന്നുന്നു, ഉടനെ അതും പിന്നെ ആവട്ടെ. ഇങ്ങനെയെല്ലാം നന്മ ചെയ്യാനും പ്രാർത്ഥിക്കാനും ദൈവിക പ്രവൃത്തികൾ ചെയ്യുവാനുമുള്ള പ്രചോദനങ്ങൾ അവഗണിച്ച് കളയുന്ന വഴി ഹൃദയമാണ് പെരുവഴിയായിട്ട് മാറുന്നത്. അവിടെ ആ നന്മയുടെ പ്രചോദനം അപ്പോൾ തന്നെ പിശാച് എടുത്തുകൊണ്ട് പോവുകയാണ്. വീണ്ടും ദൈവകൽപ്പന ലംഘിച്ച് ഒരു മനുഷ്യൻ്റെ ഹൃദയം പാറ പോലെ ആയിത്തീരും. ദൈവവചനത്തിൻ്റെ ലംഘനം ഒരു മനുഷ്യൻ്റെ ഹൃദയത്തെ പാറ പോലെയാക്കി തീർക്കും.
ദൈവികമായ ചില പ്രവൃത്തിയുടെ തുടക്കം ഒരു പക്ഷേ അവനിൽ കണ്ടെന്ന് വരും. പക്ഷേ അവന് വേരൂന്നി ആഴത്തിലേക്ക് വളരുവാനായിട്ട്, ഫലം പുറപ്പെടുവിക്കാനായിട്ട് ഒരിക്കലും കഴിയുന്നില്ല എന്നുള്ളതാണ്. എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 36-ാം അധ്യായത്തിൻ്റെ 25-26 വാക്യങ്ങൾ പറയുന്നു, ഞാൻ നിനക്കൊരു പുതിയ ഹൃദയം തരും, നിന്നിൽ നിന്നും ശിലാഹൃദയം എടുത്തു മാറ്റി മാംസളമായ ഒരു ഹൃദയം നിന്നിൽ വച്ച് പിടിപ്പിക്കും, പുതിയ ഒരു ചൈതന്യം നിൻ്റെ ഉള്ളിൽ ഞാൻ നിക്ഷേപിക്കും. ദൈവമായ കർത്താവ് ഓരോ നിമിഷവും മനുഷ്യൻ്റെ ഹൃദയങ്ങളെ നവീകരിക്കാനും വിശുദ്ധീകരിക്കുവാനും ആഗ്രഹിക്കുന്നു. ഇസ്രായേലിൻ്റെ ആദ്യത്തെ രാജാവായ സാവൂൾ അഭിഷേകം പ്രാപിക്കുമ്പോൾ അവനെ പറ്റി തമ്പുരാൻ്റെ വചനം പറയുന്നത് ഇതാണ്: സാവൂൾ രാജാവിന് കൈവയ്പ്പിന് ശേഷം ഒരു പുതിയ ഹൃദയം കിട്ടി. ദൈവം നമ്മുടെ ഹൃദയങ്ങളെ നവീകരിക്കുവാൻ, പുത്തനാക്കുവാനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് യെശയ്യാ പ്രവാചകൻ നമ്മോട് പറയും. 57-ാം അധ്യായത്തിൻ്റെ 15-ാമത്തെ വാക്യം: ഹൃദയത്തിൽ അനുതാപമുണ്ടാകണം, ആത്മാവിൽ എളിമയുണ്ടാവണം. ഹൃദയത്തിൽ അനുതാപവും ആത്മാവിൽ എളിമയും. എളിമയെന്ന് വെച്ചാൽ ദൈവവചനം പാലിക്കാനുള്ള സന്നദ്ധതയുടെ പേരാണ് എളിമ. നമ്മുടെ പാപത്തെക്കുറിച്ച് അനുതാപവും അതിൽ നിന്ന് പിന്തിരിഞ്ഞ് വീണ്ടും ദൈവത്തിൻ്റെ വചനം പാലിക്കാനുള്ള, പ്രവൃത്തി ചെയ്യാനുള്ള സന്നദ്ധതയുമുള്ള ആളുകളെ നവീകരിക്കാനായിട്ട് ദൈവം അവരുടെ കൂടെ വസിക്കുമെന്നാണ് യെശയ്യാ പ്രവാചകനിലൂടെ ദൈവമായ കർത്താവ് നമുക്ക് തരുന്ന ഉറപ്പ്. പരിശുദ്ധ കന്യകാമറിയത്തോട് കൂടെ ദൈവം വസിച്ചു. കാരണം അവളുടെ ഹൃദയത്തിൽ എളിമയുണ്ടായിരുന്നു. പരിശുദ്ധ അമ്മ പറയുകയാണ്, തൻ്റെ എളിമയാണ് തന്നെ വലിയവളാക്കിയത്. ദൈവത്തിൻ്റെ കൽപ്പന അത് എന്തായാലും പാലിക്കുവാനുള്ള എൻ്റെ സന്നദ്ധതയാണ് എന്നെ വലിയവളാക്കിയത്. അതുകൊണ്ട് എനിക്ക് ഇപ്പോൾ എൻ്റെ ഈ ജീവിത കാലഘട്ടത്തിൽ മാത്രമല്ല, തലമുറകൾ പോലും എന്നെ ഭാഗ്യവതി എന്ന് പ്രകീർത്തിക്കും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഹൃദയങ്ങൾ നമ്മൾ ദൈവത്തിന് കൊടുത്താൽ, ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് നിറയാൻ തീവ്രമായി ആഗ്രഹിച്ചാൽ, പരിശുദ്ധാത്മ ദാനഫലങ്ങളാൽ നമ്മുടെ ഹൃദയങ്ങളെ നമ്മൾ നിറച്ചാൽ, നമ്മൾ ഒരിക്കലും ഈ ലോകത്തിൽ നിന്നും വിസ്മരിക്കപ്പെടുകയില്ല എന്നുള്ളതാണ് വാസ്തവം. പരിശുദ്ധ അമ്മയുടെയും ഈശോയുടെയും തിരുഹൃദയത്തിൻ്റെ, വിമല ഹൃദയത്തിൻ്റെ തിരുനാളുകൾ തന്നുകൊണ്ട് നല്ല ഹൃദയം രൂപപ്പെടുത്തുവാൻ തിരുസഭാ മാതാവ് നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. ഹൃദയവിശുദ്ധി കൂടാതെ ആർക്കും ദൈവത്തെ പ്രസാദിപ്പിക്കുക സാധ്യമല്ല. പലപ്പോഴും നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടാത്തത്, എന്തുകൊണ്ട് ദൈവം എന്നിൽ സംപ്രീതനാവുന്നില്ല എന്ന് ചോദിച്ചാൽ അതിൻ്റെ കാരണം ഇതാണ്: എൻ്റെ ഹൃദയത്തിൻ്റെ മാലിന്യമാണ്. ബലിയർപ്പിക്കാൻ നിന്നാൽ പോലും ഹൃദയമില്ലാത്ത ഒരു ബലി ദൈവത്തിന് വേണ്ട. ഉൽപ്പത്തി പുസ്തകം നമ്മോട് പറയും, 2 സഹോദരന്മാർ ബലിയർപ്പിക്കാനായിട്ട് പോയി. അതിൽ ഒരുവൻ്റെ ബലി സ്വീകരിക്കപ്പെട്ടു, അപരൻ്റേത് തിരസ്കരിക്കപ്പെട്ടു. ആബേൽ മൃഗങ്ങളെ ബലിയർപ്പിച്ചു, തൻ്റെ കടിഞ്ഞൂൽ ആട്ടിൻകുട്ടികളെ ബലിയർപ്പിച്ചതുകൊണ്ട് ദൈവം അവനെ പ്രസാദിച്ചു. എന്നാൽ കായനാവട്ടെ കായികനികളൊക്കെ അർപ്പിച്ചതുകൊണ്ട് അത് തിരസ്കരിക്കപ്പെട്ടു എന്ന് നമ്മൾ ചിന്തിക്കുന്നതിൽ അർത്ഥമൊന്നുമില്ല. ആബേൽ ഹൃദയപൂർവ്വം ദൈവത്തിനുള്ള നന്ദിയായിട്ട് ഹൃദയം കൊടുത്ത് ബലിയർപ്പിച്ചു. അതുകൊണ്ട് ആബേലിൻ്റെ ബലി സ്വീകാര്യമായി. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 18-ാം അധ്യായത്തിൽ നമ്മൾ കാണും 9 മുതലുള്ള വാക്യങ്ങളിൽ 2 മനുഷ്യർ ദൈവാലയത്തിലേക്ക് പ്രാർത്ഥിക്കാനായിട്ട് പോയി. ഒരു ഫരിസയനും മറ്റേയാൾ ചുങ്കക്കാരനും. ഫരിസയൻ തൻ്റെ ജീവിതത്തിൻ്റെ മേനി പറഞ്ഞുകൊണ്ട് അവൻ പ്രാർത്ഥിക്കുകയാണ്. ഞാനെന്നും ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നവനാ, പുണ്യസുഹൃതങ്ങൾ ദാനധർമ്മമൊക്കെ ഉണ്ട്. എന്നിട്ട് അവൻ ചുറ്റുപാടുകളിലേക്ക് നോക്കിയിട്ട് പറയുക, അവരെ പോലെയല്ല, ഇവരെ പോലെയല്ല, ഞാൻ കുറേയൊക്കെ ഡീസൻ്റാണ് എന്നൊക്കെ പറഞ്ഞ് അവൻ പ്രാർത്ഥിക്കുന്നു. എന്നാൽ തൊട്ടപ്പുറത്ത് ചുങ്കക്കാരനാവട്ടെ സ്വർഗത്തിലേക്ക് പോലും നോക്കാൻ പറ്റാതെ തൻ്റെ ഹൃദയത്തിൻ്റെ ഉള്ളറകളിലേക്ക് നോക്കി അവൻ വിങ്ങിപ്പൊട്ടിക്കരയുകയാണ്. 18-ാം അധ്യായത്തിൻ്റെ 13-ാം വാക്യം പറയും, അവൻ മാറത്തടിച്ചുകൊണ്ട് അവൻ പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാനൊരു പാപിയായ മനുഷ്യനാണ്. ഹൃദയം ദൈവസന്നിധിയിൽ തുറന്നു കാട്ടിയ ഈ ചുങ്കക്കാരൻ നീതീകരിക്കപ്പെട്ടവനായി തിരിച്ചുപോയി എന്നാണ് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഓരോ വിശുദ്ധ ബലിയിലും ഇതുപോലൊരു മനോഭാവം ഉണ്ടാണ്. വളരെ പ്രത്യേകമായിട്ട് അനുരഞ്ജന കൂദാശ,
അത് നമ്മൾ പലപ്പോഴും പാപത്തിൻ്റെ പേര് പറയുന്ന ഒരു പ്രവൃത്തിയാണ്. ഹൃദയമില്ലാതെ പാപത്തിൻ്റെ പേര് പറയുന്ന ഒരു പ്രവൃത്തി. അനുരഞ്ജന കൂദാശ ആത്മാർത്ഥതയുള്ളതാകണമെങ്കിൽ നമ്മൾ ഉചിതമായ പരിഹാരമൊക്കെ ചെയ്ത് ഹൃദയത്തിൽ നിന്നും പാപത്തെ പൂർണ്ണമായും ഉപേക്ഷിച്ച് അനുതാപത്തോടെ ഏറ്റുപറഞ്ഞാൽ ദൈവം നമ്മുടെ ഹൃദയങ്ങളെ വിശുദ്ധീകരിക്കും. അപ്പോഴാണ് എസെക്കിയേൽ പ്രവാചകൻ്റെ പുസ്തകം 36-ാം അധ്യായത്തിൻ്റെ 25-26 വാക്യങ്ങൾ നമ്മളിൽ പൂർത്തിയാകുന്നത്. ഒരു പുതിയ ചൈതന്യം നിൻ്റെ ഉള്ളിൽ ഞാൻ നിക്ഷേപിക്കും, നിന്നിൽ നിന്നും ശിലാഹൃദയം എടുത്തു മാറ്റി മാംസളമായ ഒരു ഹൃദയം നിനക്ക് വച്ചു പിടിപ്പിക്കും. ഒരു പുതിയ ഹൃദയം, ഒരു പുതിയ മനസ്സ്, വിശുദ്ധമായ ഒരു ശരീരം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 8-ാം അധ്യായം 19-20 വാക്യങ്ങൾ പറയുന്നു, ശൈശവം മുതലേ ഞാൻ അനുഗ്രഹിക്കപ്പെട്ട ഒരു മനുഷ്യനാണ്, നല്ല ഹൃദയം അവകാശമായി കിട്ടിയവനാണ്. അതുകൊണ്ട് എനിക്ക് എൻ്റെ ശരീരത്തെ വിശുദ്ധിയിൽ കാത്തു സൂക്ഷിക്കാൻ പറ്റി. സ്നേഹമുള്ളവരെ, നമുക്കും പ്രാർത്ഥിക്കാം നല്ലൊരു ഹൃദയത്തിനായിട്ട്. കുത്തി തുറക്കപ്പെട്ട കർത്താവിൻ്റെ തിരുഹൃദയത്തിലേക്ക് നമ്മുടെ ഹൃദയങ്ങൾ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഹൃദയശാന്തതയും എളിമയുമുള്ള ഈശോയെ, എൻ്റെ ഹൃദയവും അങ്ങയുടെ ഹൃദയത്തിന് ഒത്തതാക്കണമേ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കുരിശ് രക്ഷയുടെ അടയാളമാണ്. സ്നേഹത്തിൻ്റെയും പങ്കുവെക്കലിൻ്റെയും മഹത്തായ അനുഭവം. ആ വലിയ രക്ഷയുടെ സാന്നിധ്യം നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കട്ടെ. ഏവർക്കും ക്രിസ്തു സ്നേഹവും സമാധാനവും നേരുന്നു. പ്രാർത്ഥനയിൽ നമുക്ക് പരസ്പരം ഓർമ്മിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കാൻ മറക്കരുത്. eldroyvision.uae@gmail.com. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം, അതിരുകൾ ഭേദിക്കും സ്നേഹത്തിൻ്റെ രശ്മികൾ. ഞങ്ങളെ ഉണർത്തുന്ന പുതിയ പ്രഭാതം. മന്ന മന്ന